ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് ബിഗിനേഴ്സിനുള്ള എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ എന്തെങ്കിലും കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാവില്ല എന്നറിയില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് എംബ്രോയ്ഡറി ഫ്രെയിം. പല വലുപ്പത്തിലുള്ളതുണ്ട്. ഓരോ ഇഞ്ചസിനനുസരിച്ച് ഓരോ ഫ്രെയിമിൻ്റെ വലുപ്പം കൂടും കുറയുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കുറച്ച് ചെറിയ ഫ്രെയിമാണ്. സാധാരണ നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ഫ്രെയിം. ഈ ഫ്രെയിം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഇടണ്ട. ഈ സാധനത്തിൽ പിടിക്കുക, എന്നിട്ട് ഈ സാധനം തിരിക്കുക. മനസ്സിലാവും? ഇതിങ്ങനെ തിരിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ലൂസാവും. അപ്പോൾ അങ്ങനെ ലൂസാക്കി എടുക്കുക. നല്ലതുപോലെ ലൂസാക്കുക. അപ്പോൾ ഉള്ള ഫ്രെയിം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ തന്നെ ഇതാ കണ്ടോ, ഇതേപോലെ 2 ഫ്രെയിമായിട്ട് കിട്ടും. ഇത് ചെറുതും ഇത് വലുതുമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓക്കെ അപ്പോൾ തട വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും അപ്പോൾ ഇത് 2 സെപ്പറേറ്റ് ആയില്ലേ. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്തിൻ്റെ അടിവശത്ത് വരേണ്ടതാണ്. ക്ലോത്തിൻ്റെ അടിയിലും ഇത് ക്ലോത്തിൻ്റെ മുകൾ വശത്ത് വരുന്ന ഫ്രെയിമുമാണ്. അപ്പോൾ ഈ 2 ഫ്രെയിമും ഉപയോഗം മനസ്സിലായില്ലേ. ഇത് അടിയിലും ഇത് മുകളിലും. ഇനി ഞാനിതിൽ ഈ ഫ്രെയിമിൻ്റെ മുകളിലൊരു ക്ലോത്ത് വെച്ച് കാട്ടിത്തരാം. ഞാൻ എൻ്റെ പഠിച്ചപ്പോൾ സമയത്തുള്ളൊരു ക്ലോത്താണ്. അത് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ എംബ്രോയ്ഡറി പഠിച്ചപ്പോൾ ഉള്ളൊരു ക്ലോത്താണ് കേട്ടോ. അതാണ് വർക്ക് ചെയ്ത ഒരു ഇതുള്ളത്. കുറച്ച് പഴയതാണ്. ഇതിപ്പോൾ ക്ലോത്ത് ഞാൻ വെച്ചാൽ മനസ്സിലായില്ല. നമ്മൾ ആ ചെറിയ ഫ്രെയിമിൻ്റെ മുകളിലേക്കായിട്ട് ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഈ വലിയ ഫ്രെയിം ഉണ്ടല്ലോ, ഈ മുകളിൽ വരുന്ന വലിയ ഫ്രെയിമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, ക്ലോത്തിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ. അപ്പോൾ മറ്റേ ഫ്രെയിം ക്ലോത്തിൻ്റെ അടിയിൽ പോയതാണ്. പുറകുവശത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ലൂസാക്കിയ സ്ഥലത്ത് തന്നെ നമ്മൾ ടൈറ്റ് ആക്കാം. നല്ലതുപോലെ സ്ക്രൂ ടൈറ്റ് ആക്കാം. സ്ക്രൂ നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ക്ലോത്ത് ഫ്രെയിം ഒരു സൈഡിൽ നന്നായിട്ട് കൈ കൊണ്ട് പിടിച്ച് വലിക്കുക. എന്നിട്ട് നല്ലതുപോലെ ക്ലോത്ത് നന്നായിട്ട് അടിയിൽ നിന്ന് വലിക്കുക. ഇതിപ്പോൾ ഞാൻ തുന്നിയതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കുറച്ച് പഴയ ക്ലോത്തുമാണ്. തുന്നി സ്റ്റിച്ചിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നല്ലതുപോലെ വലിച്ച് ക്ലോത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് തുന്നാൻ. ഇങ്ങനെയൊന്നും ലൂസ് ഉണ്ടാവാൻ പാടില്ല. കുറച്ചൊരു ലൂസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാൽ നല്ല ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഉൾവശത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ക്ലോത്ത് നമ്മൾ വെക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കും.